നിങ്ങൾ മാർക്സ് നേടുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ടോ? നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്ന് കമന്റ് ചെയ്യൂ. രാവും പകലും നോക്കാതെ വളരെയധികം കഠിനമായി പ്രയത്നിക്കുന്ന വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. പക്ഷേ അതിനുശേഷവും അവർക്ക് അതിൻ്റെതായ ഫലം ലഭിക്കാതെ വരുന്നതും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇതിനുള്ള കാരണം മറ്റൊന്നുമല്ല, പകരം തെറ്റായ പഠന രീതിയാണ്. നിങ്ങളെപ്പോലെ തന്നെ പഠിക്കുന്നവർക്ക് നിങ്ങളെക്കാൾ ഒത്തിരി ഉയർന്ന ഫലം ലഭിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ അവർ വ്യത്യസ്തമായി ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഇല്ല എന്നാണ് നിങ്ങൾ മറുപടി പറഞ്ഞതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും എഫിഷ്യൻ്റായി പഠിക്കാൻ സഹായിക്കുന്ന ആ സ്റ്റഡി ഹാക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാകുന്നതാണ്. വീഡിയോ അവസാനം വരെ കാണുക. ഇന്ന് അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫോട്ടോജനിക് മെമ്മറി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വാസ്തവത്തിൽ പഠിക്കുക എന്നത് മനഃപാഠമാക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, പകരം വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് പഠനം കൊണ്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഓർത്തു വയ്ക്കുന്നതിനേക്കാൾ 100 ഇരട്ടി എളുപ്പത്തിൽ കണ്ടു മനസ്സിലാക്കാൻ കാര്യങ്ങൾ നമുക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നതും. നിങ്ങളുടെ മെമ്മറി എൻഹാൻസ് ചെയ്യുന്നതിന് സഹായിക്കുന്ന സിസ്റ്റമാറ്റിക്സ് വേ ഓഫ് അപ്രോച്ചാണ് പഠിക്കുന്ന സമയം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇന്നു മുതൽ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുന്നതിനോടൊപ്പം അത് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ റീറ്റെയിൻ ചെയ്യുന്നതിനുള്ള മാർഗ്ഗങ്ങൾ എന്താണെന്നും നിങ്ങൾ പഠിക്കണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന വളരെ എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് ഫോട്ടോജനിക് മെമ്മറി. വീഡിയോയുമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങൾ പിന്തുടരുമെന്ന് ഐ വിൽ ചേഞ്ച് എന്ന് കമൻറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഉറപ്പ് തരേണ്ടതാണ്. കാരണം ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷകളിൽ നല്ല വ്യത്യാസം കാണാൻ സാധിക്കൂ. അതിനായി ആദ്യം നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. പ്രധാനമായും 3 വ്യത്യസ്ത രീതികളിലാണ് ബ്രെയിനിൽ മെമ്മറി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. നമ്പർ 1, സെൻസറി മെമ്മറി. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ആദ്യത്തെ 3-4 സെക്കൻഡുകളിൽ എത്തുന്നത് ബ്രെയിനിൻ്റെ സെൻസറി മെമ്മറിയിലേക്കാണ്. ഇത് നിങ്ങൾ പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങൾ വഴിയിലൂടെ പോകുന്ന ഒരു വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിലേക്ക് നോക്കി എന്ന് കരുതുക. പക്ഷേ ആ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണമെന്നില്ല, കാരണം ആ ചിത്രം ആദ്യം നിങ്ങളുടെ ബ്രെയിനിൻ്റെ സെൻസറി മെമ്മറിയിലാണ് പതിഞ്ഞത്. നമ്പർ 2, ഷോർട്ട് ടേം മെമ്മറി ഓർ ടെമ്പററി സ്റ്റോറേജ്. ഇത് നിങ്ങളുടെ ബ്രെയിനിൽ 20 മുതൽ 30 സെക്കൻഡുകൾ വരെ തങ്ങി നിൽക്കുന്ന തരം ഇൻഫർമേഷൻസ് ആണ്. ഒരു സമയം ഒരു 6-7 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മെമ്മറിയിൽ ഓർത്തു വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. നമ്പർ 3, ലോങ് ടേം മെമ്മറി. നിങ്ങളൊരു കാര്യത്തിൽ ദീർഘനേരം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബ്രെയിനിൽ ഒരുപാട് കാലം തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. ഒരു വിഷയത്തിൽ ദീർഘനേരം ശ്രദ്ധ നൽകുന്നതിലൂടെ നമ്മുടെ ബ്രെയിൻ അതിൽ ധാരാളം ന്യൂറോളജിക്കൽ കണക്ഷൻസ് ഉണ്ടാക്കുകയും അതിലൂടെ നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ കാലത്തേക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ 3 തരത്തിലാണ് മെമ്മറി സ്റ്റോർ ചെയ്യുന്നതെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് ഫോട്ടോജനിക് മെമ്മറി എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ബ്രെയിനിൽ ചിത്രങ്ങളെയും മറ്റും സൂക്ഷിക്കുന്ന പ്രത്യേകം ഒരു മെമ്മറി ടൈപ്പാണ് ഫോട്ടോജനിക് മെമ്മറി. ബ്രെയിനിലെ ഓസിപിറ്റൽ ലോബ് എന്ന ഭാഗം നിറങ്ങളെയും ചിത്രങ്ങളെയും വളരെ മികച്ച രീതിയിൽ ഓർത്തു വയ്ക്കാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പുസ്തകത്തിൽ നമുക്ക് വായിച്ച കാര്യങ്ങൾ ഓർമ്മയില്ലെങ്കിൽ കൂടി അതിലുണ്ടായിരുന്ന ചിത്രങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. വിഷ്വൽ മെമ്മറി, പ്രാക്ടീസ് ലേണിംഗ് തുടങ്ങിയവ നിങ്ങളുടെ ലോങ് ടേം മെമ്മറി റിട്ടൻഷന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഈ രീതി നിങ്ങളുടെ അക്കാദമിക്സിൽ നിങ്ങളുടെ മാർക്ക് വർദ്ധിപ്പിക്കുന്നതിനായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കാം. അതിനായി പ്രധാനമായും 5 മാർഗ്ഗങ്ങളാണുള്ളത്. നമ്പർ 1, വിഷ്വലൈസേഷൻ ടെക്നിക്സ്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, നമ്മൾ പുസ്തകത്തിൽ അടച്ചിട്ടുള്ളത് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത് ചിത്രങ്ങളുടെയും മറ്റും കണ്ടു മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് എന്നത്. ഇനി ഇത് പഠിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കാം. ഉദാഹരണമായി പറഞ്ഞാൽ, ബയോളജിയിൽ ഫോട്ടോസിന്തസിസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെടിയെ സങ്കല്പിക്കുക. പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സൂര്യപ്രകാശം വന്ന് ഇലകളിൽ പതിക്കുന്നതും അവയിലെ പച്ചനിറം, അതായത് ക്ലോറോഫിൽ ഉപയോഗിച്ചുകൊണ്ട് അവിടെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നതും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കണം. അതായത് നിങ്ങളുടെ മനസ്സിൽ ഫോട്ടോസിന്തസിസിൻ്റെ ഒരു ചിത്രം പഠിക്കുന്ന സമയത്ത് തന്നെ രൂപപ്പെടുത്തിയെടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ പഠിക്കുമ്പോൾ തന്നെ ഫ്ലോ ചാർട്ട്, ഡയഗ്രാംസ് തുടങ്ങിയവയും ഉണ്ടാക്കുക. അത് നിങ്ങളുടെ വിഷ്വലൈസേഷൻ മെമ്മറി മെച്ചപ്പെടുത്തുന്നതാണ്. നമ്പർ 2, മൈൻഡ് മാപ്പിംഗ്. ഇതിലും നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ രീതിയിൽ പരീക്ഷിക്കാവുന്നതാണ്. അതിൽ ഒരെണ്ണമാണ് സെൻട്രൽ ടോപ്പിക്കും അതിനുശേഷം ശാഖകളായി സബ് ടോപ്പിക്സും ഉണ്ടാകുന്നത്. ഇത് നിങ്ങളെ കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ സഹായിക്കുന്നു. ഇനി എങ്ങനെ ഒരു മൈൻഡ് മാപ്പ് നിർമ്മിക്കാം എന്ന് മനസ്സിലാക്കാം. ഒരു ഉദാഹരണമായി, പീരിയോഡിക് ടേബിളിനെ പറ്റിയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് കരുതുക. ഒരു വെള്ള പേപ്പറിൽ നടുക്ക് പീരിയോഡിക് ടേബിൾ എന്ന ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം ബ്രാഞ്ചസായി ഗ്രൂപ്പ് പീരീഡ്സ്, അതിൻ്റെ തന്നെ സബ് ക്ലാസിഫിക്കേഷനായി വ്യത്യസ്ത തരം എലമെൻറ്റ്സിനെ പറ്റിയും എഴുതി വയ്ക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വ്യത്യസ്ത നിറങ്ങൾ, ഷേപ്സ് തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് ഇത് കൂടുതൽ ആകർഷകമാക്കാവുന്നതാണ്. പരീക്ഷയ്ക്ക് ഒരു ദിവസം മുന്നേ 10 മിനിറ്റിൽ ഒരു പാഠഭാഗം മുഴുവൻ റിവൈസ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണിത്. നമ്പർ 3, ചങ്കിങ് ഇൻഫർമേഷൻ.
തുടർച്ചയായി വലിയ തോതിൽ ഇൻഫർമേഷൻ ബ്രെയിനിന് നൽകുമ്പോൾ അതിന് കൃത്യമായ രീതിയിൽ അവ ഓർത്തു വയ്ക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ ചെറിയ ലോജിക്കൽ ചങ്ക്സ് ആക്കി മാറ്റി നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാവുന്നതാണ്. ഉദാഹരണമായി നിങ്ങൾ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ അതിൻ്റെ തന്നെ പല ഭാഗങ്ങളാക്കി മാറ്റി പഠിക്കുക. ഉദാഹരണത്തിന് ബ്ലഡ് വെസൽസ്, ബ്ലഡ് കോമ്പോണൻസ്, ഇങ്ങനെ പ്രത്യേകം ഭാഗിച്ച് പഠിക്കുക. നമ്പർ 4, കളർ കോഡിംഗ് നോട്ട്സ്. കളേഴ്സ് നമ്മുടെ വിഷ്വൽ മെമ്മറി എൻഹാൻസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത നിറങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഇൻഫർമേഷൻ ട്രിഗർ ചെയ്യാനുള്ള കഴിവുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ്, ഫോർമുലാസ് തുടങ്ങിയവ പഠിക്കുന്നതിനായി നിങ്ങൾക്ക് ചുവന്ന നിറം ഉപയോഗിക്കാവുന്നതാണ്. എക്സാമ്പിൾസ് മാർക്ക് ചെയ്യുവാനായി പച്ച നിറവും അഡീഷണൽ ഫാക്ട്സ് ആൻഡ് ട്രിക്സിന് വേണ്ടി നിങ്ങൾക്ക് നീല നിറവും ഉപയോഗിക്കാവുന്നതാണ്. നമ്പർ 5, ആക്റ്റീവ് റീകോൾ. വെറുതെ വായിക്കുന്നതിലൂടെ ബ്രെയിൻ കാര്യങ്ങൾ ഓർത്തെടുക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് തുടർന്ന് പഠിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബ്രെയിന് ഇൻഫർമേഷന് കൂടുതൽ കാലം റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് സ്റ്റഡീസിൽ പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുള്ള ഉത്തരങ്ങൾ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ്സും ഉപയോഗിക്കാം. ഇവയൊക്കെ തന്നെ നിങ്ങളെ കാര്യങ്ങൾ ഓർത്തെടുക്കാനായി സഹായിക്കുന്നവയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്